അസ്സലാമു അലൈക്കും. കോഴിക്കോടാണ്. നമ്മൾ പല ആൾക്കാരും സാധനങ്ങൾ കടം വാങ്ങുന്ന ആൾക്കാരാണല്ലേ. ഈ കടം വാങ്ങിക്കഴിഞ്ഞാല് നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് തന്നെ ആ കടയിൽ തന്നെ നമ്മൾ വാങ്ങുക. ഇത് കടം വാങ്ങി വീടിൽ തന്നെ. നമ്മൾക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ കടയിൽ നിന്ന് വാങ്ങരുത്. അതൊരു മോശപ്പെട്ട പരിപാടിയാണ്. വേറെ കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നും ഉണ്ടായിട്ടല്ല. അതുപോലെ പൈസ നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ അവിടെ തന്നെ നമ്മൾ സാധനം വാങ്ങുന്നതാണ് ഒരു മാന്യതപ്പെട്ടതാണ്. കാരണം എന്താ പറയുക, ചില ആൾക്കാരോട് നമ്മൾ പറയുന്നത് കേൾക്കാം, സാധനം പൈസ അല്ലാതെ സാധനം നമ്മൾ കൊടുക്കലില്ല, അല്ലെങ്കിൽ കടം തരില്ല എന്ന് പറഞ്ഞേക്കാം. അതിന്റെ ഒരു മെയിൻ കാരണം എന്താണ് പറയുക, ഇടപാടിന് ബേക്ക് കേൾക്കാൻ ഈ ആള് ആ ഒരു കാരണം കൊണ്ട് പറയും. ഇടപാടിന് പക്ക ക്ലിയറിലുള്ള ആള് ഒരു ദിവസം വന്നുങ്ങാണ്ട് സാധനമൊക്കെ അടുത്ത് നാളെ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പീഡക്കാരൻ അത് തരൂല, നടക്കൂല എന്ന് പറയില്ല. കാരണം എന്താ വെച്ചാൽ ധ്യാനത്തിൽ അനുഭവിച്ച ആളാണ്. ഒരു കാരണമില്ലാതെ ഒരു സാധനം പീടിന്ന് കടം തരില്ല എന്നൊരു പറയില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മളൊരു പീടിന്ന് സാധനം കടം വാങ്ങിയിട്ട് ആ കൊടുക്കാണ്ടാകുമ്പോൾ ആ പീടിന്റെ മുന്നിൽ കൂടെ എന്നിട്ട് വേറെ പീടിന്ന് സാധനം വാങ്ങിയാൽ ആ സാധനം അങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു എന്താണ് നല്ല പരിപാടിയല്ലേ. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് അങ്ങനത്തെ ഒരു പരിപാടി. ശരിയല്ല.